എനിക്ക് ഇന്നും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സീരിയസ്നെസ് ആയിരുന്നു എന്നോ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ ഇത് എന്തോ എവിടെയോ ഇമേജ് പോലെ എൻ്റെ മൈൻഡിൽ അതെന്തോ ഒരു സ്വപ്നമായിരുന്നോ എന്ന് വരെ ചിലപ്പോൾ തോന്നാറുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഇപ്പോഴും അതൊരു ഇമ്പാക്റ്റ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ഇൻ ടു മീ എന്ന് തന്നെ പറയാം. ഐ ഡോണ്ട് നോ, സംഹൗ ലൈഫിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡിലത്തെ പല എവറി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ് അല്ലേ, ഒരു ഹ്യൂമൻ ബീങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അവർ ഓരോരോ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനൊന്നും അങ്ങനെ കൂടുതൽ ഞാൻ ചിന്തിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പല പല സ്ഥലത്ത് ഐ ഹാവ് ബീൻ സ്ട്രോങ് സംഹൗ. പക്ഷെ അതിൽ ആ സ്ട്രോങ് നമ്മൾ കാണിച്ചാലും എവിടെയോ നമ്മുടെ മൈൻഡിലോ എവിടെയോ ഒരു പോരൽ ഉണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ചില സമയത്ത് നമ്മൾ ഈ ബോഡി നമ്മുടെ മൈൻഡ് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും എന്ന് പറയില്ലേ. ഐ ഡോണ്ട് നോ വെദർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആക്ച്വലി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് ഇറ്റ്സ് കോൾഡ് ഒരു 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 ആർമർ പോലെ നമ്മുടെ മേത്ത് കവചം പോലെ ഇടും എന്നാണ് സത്യത്തിൽ, ടു പ്രൊട്ടക്റ്റ് യു. അപ്പോൾ ഭയങ്കര ഇൻറ്റൻസ് പെയിൻ, നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ സംടൈംസ് യു ഫീൽ ന്യൂട്രൽ. നമ്മൾ ഇങ്ങനെ മരവിച്ച് പോയി എന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് പല സ്ഥലത്തും പല സിറ്റുവേഷനിലും എൻ്റെ ലൈഫിന്റെ പല ഘട്ടങ്ങളിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മീൻസ് അപ്പോഴാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണോ? പ്രശ്നങ്ങൾ വന്ന സമയത്തും ഒക്കെ ദർ ഹാവ് ബീൻ സിറ്റുവേഷൻസ് വേർ ഭയങ്കര ഇൻറ്റൻസ് പെയിൻ ഉള്ള സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. അന്ന് ഞാൻ വിചാരിക്കും ആൾക്കാർ കാണുമ്പോൾ വരും ഭയങ്കര സ്ട്രോങ് ആണ്, അവർ അത് കൈകാര്യം ചെയ്തു എന്നൊക്കെ. ബട്ട് മേ ബി നോട്ട്, യുനോ. ആ സമയത്ത് ഞാൻ കരഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മേ ബി കുറച്ചുകൂടെ മേ ബി അവിടെ അണ്ടർസ്റ്റുഡ്, ഓർ മേ ബി അത് വീണ്ടും ഒരു മിസ്റ്റേക്ക് അങ്ങനെ ചെയ്യില്ലായിരുന്നോ എന്തോ. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പല സമയത്ത് എനിക്ക് ഡെഫിനറ്റ്ലി അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ 20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് പോണ്ടായിരുന്നു. ഐ ഷുഡന്റ് ഹാവ്. ഞാൻ ഐ കുഡ് ഹാവ് വെയിറ്റഡ്. അമ്മയും അച്ഛനൊക്കെ കൊണ്ടുവരുന്ന ആരെങ്കിലും ഒക്കെ നമുക്ക് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അന്നൊക്കെ ചിലപ്പോൾ അന്നേ ഞാൻ ചിലപ്പോൾ അമേരിക്കയിലോ മറ്റും സെറ്റിലായി പോയെന്നെ. ഐ നെവർ നോ. ആ സമയത്ത് മേ ബി മൈ ഹോൾ ലൈഫ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പക്ഷേ എൻ്റെ ഡെസ്റ്റിനി എന്നൊന്നും ഉണ്ടല്ലോ. നമ്മൾ എല്ലാ സിറ്റുവേഷനിലും 2 ചോയ്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചോയ്സ് ആണ് നമ്മുടെ ലൈഫിന്റെ ഒരു ഡിസിഷൻ ആയി മാറുന്നത്. വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് നമ്മൾ ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ അറിയില്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു തിങ്ക് എ ലോട്ട് ബിഫോർ യു മേക്ക് ദാറ്റ് ചോയ്സ്. പിന്നെ അത് തെറ്റിപ്പോയി അല്ലെങ്കിൽ നമുക്കത് ശരിയായില്ലെങ്കിൽ ദാറ്റ് ഇസ് യുവർ ഡെസ്റ്റിനി. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറ്റിപ്പോയി, ബട്ട് അറ്റ്ലീസ്റ്റ് യു വോണ്ട് ഫീൽ സോ ബാഡ് അല്ലേ. അത് ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ പിള്ളേരുടെ അടുത്തോ അല്ലെങ്കിൽ ഐ ക്യാൻ ടെൽസ്. അപ്പൊ ഞാനിങ്ങനെ പുറത്ത് പറയുമ്പോൾ ഹോപ്പ് പീപ്പിൾ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ആ സമയത്തുള്ള പ്രായത്തുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുവാണെങ്കിൽ അവർ കുറച്ചും കൂടെ ചിന്തിക്കൂലേ. തീർച്ചയായിട്ടും. So അതുകൊണ്ട് I just feel I can be a motivation or some inspiration for people what not to do. സ്നേഹിച്ച ആളെ വിവാഹം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിനെ പിരിയാന്നുള്ളത് ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മൂമെൻ്റ് ആണ്. ശ്രീനാഥ് സാറുമായിട്ടുള്ള ഒരു ദാമ്പത്യം അവസാനിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത്? ഞാനല്ല അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഹി വാസ് സഡൻലി ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ എനിക്ക് ശരിയാവുന്നില്ല. 12 വർഷത്തിന് ശേഷമാണ് പുള്ളി പറയുന്നത്. 12 വർഷത്തിന്റെ ഒരു നമ്മുടെ ലൈഫിന്റെയും എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആ സമയത്ത് നമ്മൾ കണ്ടതുമാണ്. അത് സഡൻലി ഒരു ദിവസം ഹി ടെൽസ് മീ നീ എൻ്റെ കോൺസെപ്റ്റിലുള്ള വൈഫല്ല എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹൗ കം? അതാ പറഞ്ഞത്. അങ്ങനെയൊക്കെ പല സമയത്ത് ഇങ്ങനെയൊക്കെ ഡയലോഗൊക്കെ വരുമ്പോൾ ഐ ഡോണ്ട് നോ, എല്ലാം ഒരു ഫിൽമി സ്റ്റൈലായിട്ടാണ് എൻ്റെ ലൈഫ്. അതൊക്കെ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ അതിൻ്റെ ഇടയിൽ കയറി ദേ ഹാഡ് ലോട്ട് ഓഫ് എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് അവർ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ നോക്കി. ബട്ട് he couldn't. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.